ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. ഒരു സർപ്രൈസ് ഉണ്ട്. പെട്ടെന്ന് കണ്ടെടുക്കും തുറക്കരുത് കേട്ടോ. ചെറിയ ബോസിന്റെ സ്പീക്കറൊക്കെ ആയിട്ട് ബേസിൽ വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായി. ജയമാലപ്പള്ളി മല്ലിയുടെ സെറ്റ് പൊളിച്ചിട്ട് അവിടെ ഒരു പെട്ടിക്കട സെറ്റ് ഉണ്ടായിരുന്ന ആ സെറ്റ് പൊളിച്ചിട്ട് ഈ സാധനം മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു ചാക്കിലാക്കി വെച്ചേക്കാണെന്നേ. അതിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത മാഗി, ലേസ്, ടൈഗർ ബിസ്ക്കറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു കുറച്ചാൾ ഞങ്ങളുടെ ഭക്ഷണം. കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാരുടെയും പെണ്ണിൻ്റെ വീട്ടുകാരുടെയും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ കുറേ സിനിമ നടന്മാരില്ലാത്ത കാരണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെക്കൻ്റെ വീട്ടിൽ നിന്നും അവർക്ക് ആദ്യം ഒരു സിനിമാ നടൻ്റെ ഫോട്ടോ ആൽബത്തിൽ വരണമല്ലോ, അല്ല രണ്ടും വേണമല്ലോ. അപ്പം അങ്ങനെ തിരിഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ കല്യാണ ചെറുക്കനെയാണ്. അവൻ അവിടെ നിന്നിട്ട് നീ ബേസിൽ ചോദിച്ചുകൂടാ, നിനക്ക് തന്നെ വിശ്വാസം ഉണ്ടാവും നമുക്ക് ചെയ്യാം. ഞങ്ങൾ രണ്ടാളും ഒരു ഇന്നോവയിൽ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത കഥ പറയണേ. മിന്നൽ മുറിയുടെ ഫസ്റ്റ് തോട്ട് പറയണേ. ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ കാക്കനാട് ജേക്കബ് ഹോംസിൽ താമസിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരുപാട് ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കാനായിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു റൈസ് കുക്കർ ഉണ്ടായി. അതിനകത്ത് കുറച്ച് അരിയും പിന്നെ കുറച്ച് പയറും പിന്നെ വീട്ടിൽ നിന്ന് അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടാവും. മാസങ്ങളോളം അതായിരുന്നു. മലപ്പുറത്തുള്ള AKM ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ 100-ലധികം കുട്ടികൾ ഇരട്ടകളാണ്. അത് ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രിയൊക്കെ ഇത്തിരി വിഷമം വന്ന് അത് ഇത്തിരി കൂടുമ്പോൾ കരച്ചിലൊക്കെ വരുമ്പോൾ കണ്ണീരൊക്കെ തുടച്ചിട്ട് ചിരിച്ചുകൊണ്ടൊരു സെൽഫി എടുക്കും. എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. Saina South Plus presents Identity Reveal. Title partner Homes 4. Associate partners are the Institute of Management Studies, Benny's Royal Tour, Jackson. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾ, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മലയാളിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ കാലത്തും ഓർമ്മിക്കുമെന്ന് ഉറപ്പുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ ചെറുപ്പക്കാരൻ. വെൽക്കം ടൊവിനോ തോമസ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവനൊരു സ്വപ്നം കണ്ടിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പാട് വരുമെന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷെ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തൊരാളുണ്ട്. വഴി കാണിക്കാൻ ആരുമില്ലായിരുന്നു, എവിടെയും എത്തിക്കാൻ ആരുമില്ലായിരുന്നു, പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്, മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ആരുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ നടത്തി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാൾ. അയാളാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ടൊവിനോ, വെൽക്കം. ടൊവിനോ, ഇന്ന് നമുക്കൊപ്പം വന്നിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത ഞാൻ ആദ്യം പറയാം. ഏറ്റവും ആദ്യം ടൊവിനോ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരേപോലെ ഇരിക്കുന്ന കുറച്ച് മുഖങ്ങളായിരിക്കും. മലപ്പുറത്തുള്ള AKM ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ 100-ലധികം കുട്ടികൾ ഇരട്ടകളാണ്. അപ്പോൾ അതിലുള്ള കുറച്ച് പിള്ളേരാണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഹലോ. പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഒരു അനക്കമൊന്നും ഇല്ലല്ലോ, ഒരു ചിരി, സന്തോഷം. ഇനി അതുപോലെ തന്നെ പുറകിൽ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പിള്ളേർ വന്നിട്ടുണ്ട്. ഇവരെല്ലാം താങ്കളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചു വരികയാണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടൊവിനോയുടെ സിനിമകളിലേക്ക് നമ്മൾ ആ ഒരു യാത്ര നമ്മൾ എടുത്തു വരികയാണെങ്കിൽ, ഇപ്പോൾ ഐഡൻറ്റിറ്റി പുറത്ത് വരാൻ പോകുന്നൊരു സിനിമയാണ്. ഞാൻ മറ്റൊരു ഭാഷയിലേക്ക് മറ്റൊരു നടനെക്കുറിച്ച് പറയാം. 2007 ഒരു നടൻ ബോളിവുഡിൽ വരുന്നുണ്ട്. സാവരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. ക്രിട്ടിക്സ് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ബർഫി വരുന്നുണ്ട്, റോക്ക് സ്റ്റാർ വരുന്നുണ്ട്, വേക്കപ്പ് സിറ്റ്, അങ്ങനെ ഒരുപാട് സിനിമകൾ കഴിഞ്ഞ് അവസാനത്തെ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പുള്ളിക്കൊരു ടാഗ് കൊടുത്തു, സൂപ്പർ സ്റ്റാർ രൺബീർ കപൂർ എന്ന് പറഞ്ഞു. ഇപ്പോൾ 12 വർഷമായി ടൊവിനോയുടെ കരിയർ തുടങ്ങിയിട്ട്. ഐഡൻറ്റിറ്റി പോലൊരു സിനിമ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ ARM കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ശരിക്കും ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു അതിലേക്കുള്ളൊരു യാത്ര, അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രാഫിൻ്റെ ഒരു ചേഞ്ച്, ഇതൊക്കെ ശരിക്കും ടൊവിനോ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? നല്ല നടനെന്ന് വിളിക്കാൻ എന്താണ് എത്ര ബുദ്ധിമുട്ട്? അതുകൊണ്ട് നടനാന്ന് ഞങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞു. അല്ല, ഇതെന്താന്ന് പറയുമ്പോ എനിക്ക് ഞാൻ അങ്ങനെ ഉള്ളൊരു പരിപാടിയല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ കുറച്ച് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇൻട്രോവേർട്ടായിരുന്ന, ഇപ്പോഴും കുറച്ച് സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ഒരാളാണ്.
അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് തോന്നുന്നത് എന്താണെന്ന് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതല്ല ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ രൺബീർ കപൂർ എന്ന് വെച്ചാൽ പുള്ളി ചെയ്യുന്ന സിനിമകളും പുള്ളിയുടെ മൊത്തത്തിലുള്ള പരിപാടികളും ഒക്കെ ഭയങ്കര അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന് പറ്റിയിട്ടുള്ള പരിപാടികളാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല പുള്ളി ഗംഭീര ആക്ടറുമാണ്. അതിൽ ഒരു തർക്കവുമില്ല. എനിക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അങ്ങനെ വിളിക്കാമോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ടൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ആളാണ്. എന്നെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അത് വേറൊരു രീതിയിൽ എനിക്കതൊരു ബാധ്യതയായിട്ട് ആണ് തോന്നാറുള്ളത്. എനിക്ക് നേരെ മറിച്ച് ഇപ്പം പോകുന്ന പോലെയൊക്കെ തന്നെ ഇത്ര നാളെങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ ചെയ്യുന്ന സിനിമകളുടെ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നുണ്ട്. പലതരം സിനിമകൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു വർഷം തന്നെ കള്ളനായിട്ടും ഇലക്ട്രീഷ്യനായിട്ടും പഴയൊരു യോദ്ധാവായിട്ടും പോലീസുകാരനായിട്ടും പിന്നെ സിനിമാ നടനായിട്ടും സ്കെച്ച് ആർട്ടിസ്റ്റായിട്ടും മുഖ്യമന്ത്രിയായിട്ടും വേറെ ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടും നേരത്തെ ഞാനൊരു ഒരു SI ആയിട്ട് ചെയ്തെങ്കിൽ ഇനി ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ടും അങ്ങനെ പലതരം സിനിമകൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ആണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സും. സൂപ്പർ സ്റ്റാർ ആവുക എന്നുള്ളത് ഒരിക്കലും എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടില്ല. എനിക്കത് എന്തിൻ്റെ അവസാനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ജേർണി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് പ്ലേ ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നും അങ്ങോട്ട് ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ARM കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയാണല്ലോ 3 തരത്തിലെത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത. ശരിക്കും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ആളുകൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് ശരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആനന്ദിക്കുകയും അത് ഉടനെ താങ്ക് യു എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുകയല്ലേ ചെയ്യും. ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആണ്, ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ പ്ലീസ്, നമുക്കൊന്ന് വിളിച്ചാലോ? തമാശക്ക് വിളിക്കുന്നുണ്ടോ? തമാശ സീരിയസ് ആയിട്ട് വിളിക്കത്തില്ലേ? നമുക്ക് വിളിക്കാം. 1 2 3 സൂപ്പർ സ്റ്റാർ ടൊവിനോ. അതിനേക്കാൾ എത്രയോ സന്തോഷം ഉണ്ടായിരിക്കും എന്നെ നല്ല അതിലെന്നെയാണ് ഞാൻ ട്രിപ്പ് ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് വേറെ തരം ഒരു ഓറയൊക്കെ കീപ്പ് ചെയ്യണം, വേറെ രീതിയിൽ ബിഹേവ് ചെയ്യണം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റേജിൽ പഠിച്ചു വന്ന് പ്രസംഗിക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പഴയ ഒരു ഇൻട്രോവേർട്ട് ട്രേറ്റ്സും പിന്നെ ഈ സോഷ്യൽ ആങ്സൈറ്റിയും ഒക്കെ കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ എൻ്റെ പണിയും പിന്നെ ആളുകളൊക്കെ കാണുന്ന സമയത്ത് അവരോട് മാന്യമായി പെരുമാറുക, വീട്ടിൽ പോവുക, ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊപ്പം ചില്ല് ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഞാൻ വേറെ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ടൊവിനോ ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. അതായത് സ്കൂൾ കാലഘട്ടം തൊട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ടൊവിനോയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈ സിനിമ വരുന്നതിന് മുന്നത്തെ കാലവും ടൊവിനോ ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ച കഥകളും എല്ലാം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ ടൊവിനോ എന്ന് പറയും? അത് ഭയങ്കര സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനങ്ങനെ ഒറ്റയ്ക്കിരിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക കുറച്ച് ആളുകൾ. എനിക്കിപ്പോൾ ഒരു സോളോ ട്രാവൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൂടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് ഇപ്പോൾ എന്തൊരു ഹാപ്പിനെസ് ആണെങ്കിൽ കൂടി ആ ഹാപ്പിനെസ് ഷെയർ ചെയ്താലേ ആ ഹാപ്പിനെസ്സിന് അത് മീനിങ് ഫുൾ ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. എനിക്കെപ്പോഴും അങ്ങനെയാണ് തോന്നാറുള്ളത്. അത് കാരണം കൊണ്ട് ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നതാണ്. അത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുണ്ട്, അതല്ലാതെ അക്വൈൻറ്റൻസസ് എന്ന് പറയാവുന്ന പോലത്തെ സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഒരു സിനിമാ സെറ്റിലൊക്കെ ഉള്ള സൗഹൃദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും സിനിമകളായി. ഞാൻ 2012 മുതൽ സിനിമകളിൽ അഭിനയിക്കുന്നതാണ്. ഈ സമയം കൊണ്ട് സിനിമയിലെ ഒരു സിനിമാ സെറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഒരു സിനിമ തുടങ്ങി ആ സിനിമ തീരുന്ന സൗഹൃദങ്ങളല്ല. എല്ലാ സിനിമയിലും നമുക്ക് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് അടുത്തൊരു സിനിമ വർക്ക് ചെയ്യുന്നവരെ ആ സൗഹൃദം അങ്ങനെ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ നിൽക്കും. വീണ്ടും നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സൗഹൃദത്തിൻ്റെ ആഴം പിന്നെയും കൂടും.
അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. താങ്കൾ പോപ്പുലർ ആയതുകൊണ്ട് താങ്കളുടെ സുഹൃത്തുക്കളുടെ പല പരിപാടികൾക്കും വന്നാലും ആ സൈഡിൽ എങ്ങനെ നിന്നാൽ മതി, ഞങ്ങളുടെ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിട്ട് അതുപോലെ ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാരുടെയും പെണ്ണിൻ്റെ വീട്ടുകാരുടെയും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് മൊയ്തീനൊക്കെ കഴിഞ്ഞ് ഗപ്പി ഒക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു അവിടെ അങ്ങനെ കുറേ സിനിമാ നടന്മാരില്ലാത്ത കാരണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെക്കൻ്റെ വീട്ടിൽ നിന്നും അവർക്ക് ആദ്യം ഒരു സിനിമാ നടൻ്റെ ഫോട്ടോ ആൽബത്തിൽ വരണമല്ലോ, രണ്ടും വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ കല്യാണ ചെറുക്കനെയാണ്. അവൻ അവിടെ നിന്നിട്ട് പോ നീ പോ. അതായത് അന്ന് ഒരു കല്യാണത്തിന് നമ്മൾ പോകുമ്പോൾ കല്യാണ ചെറുക്കൻ്റെയും കല്യാണ പെണ്ണിൻ്റെയും ദിവസമാണത്. അവരാണ് ആ ദിവസത്തെ നായകനും നായികയും. അവിടെ വരുന്ന ആര് വന്നാലും അവരെക്കാളും മുകളിലല്ല ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം അവരുടെ ദിവസമാണ്. അപ്പോൾ അവൻ പറയും പോ പോ എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു കല്യാണം കൂട്ടുകാരുടെ കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കസിൻസിൻ്റെ കല്യാണമാണെങ്കിൽ അതിൻ്റെ മേശയും കസേരയും പിടിച്ചിടുന്നത് മുതൽ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഈ ഗസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാം കൂടിയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് വട്ടമിട്ടിരുന്നിട്ട് ചെറുക്കനും പെണ്ണിനും മറ്റേ ബെഡ്റൂമിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ഒരു സെറ്റ് റാഗിങ്ങും കഴിഞ്ഞിട്ടാണ് വിടുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെല്ലുന്നു, രണ്ട് ഫോട്ടോ എടുക്കുന്നു, ടാറ്റു പറയുന്നു, പോകുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ശരിയാണ്. ഇനി താങ്കളിപ്പം ഇത്രയും വർഷത്തെ സിനിമയ്ക്ക് ശേഷം ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ ഇതിന് മുന്നേ ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു, സന്തോഷങ്ങളുടെ കൂടെ തന്നെ സങ്കടങ്ങളും നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിവിടെ കാണും, നമ്മളെ കാലഘട്ടം സന്തോഷവും സങ്കടവും ബാലൻസ് ആയിട്ടുണ്ട്. വരും. എന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സങ്കടം? ഇതാണ്. അതെ, ഇതാരൊക്കെയാ? ഇത് വിഷ്ണു രാഘവ് വാശി ഡയറക്ട് ചെയ്തത്. ഇത് രൂപേഷ് പീതാംബരൻ. രൂപേഷ് ചേട്ടനെ നിങ്ങൾക്ക് ആക്ടറുമായിട്ട് അറിയാം, ഡയറക്ടറുമായിട്ട് അറിയാം. പിന്നെ ഞാൻ, പിന്നെ അത് ശ്രീലാൽ രൂപേഷ് ചേട്ടൻ്റെ ഡയറക്ഷൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ തീവ്രം സമയത്ത് മുതലേ ഞങ്ങൾ ഉള്ള സൗഹൃദമാണ്. ഇത് തീവ്രത്തിൻ്റെയൊക്കെ സമയത്തുള്ള ഫോട്ടോ ആയിരിക്കണം. അതെ, ഇത് തീവ്രത്തിൻ്റെ സമയത്തെ ഫോട്ടോ ആണ്. ഞാനൊരു മാജിക് കാണിക്കാം, പക്ഷെ പെട്ടെന്ന് കണ്ണടയ്ക്കണം. മാജിക് ഉണ്ട്, കണ്ണടയ്ക്ക്, പെട്ടെന്ന് കണ്ണടയ്ക്ക്. കള്ളത്തരം തുറക്കരുത് കേട്ടോ, പറയാതെ തുറക്കല്ലേ. എങ്ങനെ ഇരുന്നാലും തുറക്കരുത്. പറയും പെട്ടെന്ന്, എന്നെ വിശ്വസിക്കൂ. കണ്ണു തുറന്നോ. ഞങ്ങൾ കുറെ നാള് സഹമുറിയന്മാരായിരുന്നു. ലാലു, നമ്മൾ ഈ ടൊവിനോയെ കാണുന്നത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ അതിന് മുന്നേ ഉള്ള ഈ കഥകളൊന്നും നമുക്കറിയാൻ മേല. ഈ കാണുന്ന പോലെ തന്നെയായിരുന്നു അന്നത്തെ ആള്. ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ കണ്ടോണ്ടിരുന്നത്. ഞങ്ങളന്ന് നമ്മള് തീവ്രത്തിന്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ മറ്റേ ടെറസിന്റെ മുകളിലൊക്കെ കിടന്ന് എന്തോരം സിനിമ സ്വപ്നം കണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാം. എറണാകുളം വന്ന സമയം തൊട്ട് തന്നെ, സിനിമയുമായിട്ട് വന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. അന്ന് മുടിയൊക്കെ വളർത്തി, താടിയും മുടിയൊക്കെ ഒരാളായിരുന്നു. പെട്ടെന്ന് നാളെ ഒരു താടി വെച്ച ക്യാരക്ടറിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് വളർത്താൻ പറ്റില്ല. താടി ഇല്ലാത്ത ക്യാരക്ടറാണെങ്കിൽ ആ താടി അങ്ങോട്ട് പഠിച്ചാൽ പോരെ. നമ്മൾ ശരിക്കും കൂടെ താമസിക്കുന്നവരാണ് ഈ ദുഃഖങ്ങളും കൂടുതൽ കേൾക്കുക. ഞാൻ ഇതിൽ കേട്ടേക്കുന്ന ഒരു കഥ, പെട്രോള് അടിക്കാൻ പൈസ ഇല്ലാതെ മാത്തുക്കുട്ടിയുടെ കൂടെ തള്ളിയ ഒരാളാണ് ഞാൻ. തള്ളിയ ആള്. അതുപോലെ നമ്മള് വിഷമങ്ങൾ അവിടെ വെച്ചിട്ടാണല്ലോ പറയാ. മറ്റുള്ളവരുടെ അടുത്ത് ചിരിച്ചൊക്കെ നിൽക്കും, പക്ഷെ അത് എന്നിട്ട് ശരിയാവണില്ലടാ. ആ വിഷമങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. അല്ല, എന്റെ വിഷാദമാണ്. അത് കാരണം കൊണ്ട് ഏറ്റവും ഇപ്പം പുറത്ത് ആളുകളോട് നമുക്ക് ചിരിക്കാം. നമ്മളെ വിഷമങ്ങൾ അങ്ങനെ എല്ലാവരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അടുപ്പുള്ള ആൾക്കാരോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുക നമ്മുടെ വിഷമങ്ങളൊക്കെ തന്നെ ആയിരിക്കണം. പെട്രോളിന്റെ കഥ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ, പട്ടിണിയുടെയും പരാധീനത്തെ കഥകൾ വേറെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ കാക്കനാട് ജേക്കബ് ഹോംസിൽ താമസിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരുപാട് ഭക്ഷണമൊന്നും മേടിച്ച് കഴിക്കാനായിട്ട് പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു റൈസ് കുക്കർ ഉണ്ടായി. അതിനകത്ത് കുറച്ച് അരിയും പിന്നെ കുറച്ച് പയറും പിന്നെ വീട്ടിൽ നിന്ന് അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെയാണ് ഞങ്ങളുടെ ആഹാരം എന്ന് പറയുന്നത്. മാസങ്ങളോളം അതായിരുന്നു. മാഗി വരെ കഴിച്ചിട്ട് മാഗി നമ്മള് ഒരു തവണ തീവ്രത്തിന്റെ പ്രീ പ്രൊഡക്ഷന്റെ സമയത്ത്, അപ്പോൾ ആ സമയത്താണ് ജവാൻ ഓഫ് വെള്ളിമല എന്നുള്ള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മളെ നേരെ മുകളിലത്തെ ഫ്ലാറ്റാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലാണ് നമ്മളുടെ ഒരു ടെറസ് ഉള്ളത്.
അപ്പോൾ ആ ടെറസിൽ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് ജവാന പിള്ളി മലയുടെ സെറ്റ് പൊളിച്ചിട്ട് അവിടെ ഒരു പെട്ടിക്കട സെറ്റ് ഉണ്ടായിരുന്ന ആ സെറ്റ് പൊളിച്ചിട്ട് ഈ സാധനം മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു ചാക്കിലാക്കി വെച്ചേക്കാണെന്നേ. അതിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത മാഗി, ലേസ്, ടൈഗർ ബിസ്ക്കറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കുറച്ചാൾ ഞങ്ങളുടെ ഭക്ഷണം. അതുവരെ തപ്പിയെടുത്ത് ശരിക്കും ഇത് ചുമ്മാ വരണം ഉള്ള കാര്യമാണ് ഇതെല്ലാം ഉള്ള കാര്യം തന്നെയാണ്. അത് കാരണം അവസ്ഥ അതായിരുന്നു. അല്ല, ഞങ്ങൾക്കൊക്കെ വീട്ടിൽ പോയാൽ ഭക്ഷണം കിട്ടും, പക്ഷെ ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു. ടോവിനോ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചത്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അത് മാസത്തിൽ ഒരു ദിവസമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ല, പിന്നെ അമ്മ പറഞ്ഞത്ര വീട്ടില് നീ ഇവിടത്തെ ഫുൾ ഫുഡ് കൊണ്ടുപോകാനാണെങ്കിൽ പലർക്കും ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. അല്ല, അത് ഞങ്ങൾക്ക് ഈ ലേസും ടൈഗർ ബിസ്ക്കറ്റും ഒക്കെ അവിടെ എക്സ്പയറി കഴിയാത്തത്. അപ്പൊ ഞാൻ എക്സ്പയറി കഴിയാത്തതായത് കാരണം കൊണ്ടാണ് ഞങ്ങൾ കഴിച്ചത്. എക്സ്പയറി കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ എക്സ്പയറി കഴിഞ്ഞ ഒന്നും കഴിക്കില്ല. ഈ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുമല്ലോ, അതായത് ഇന്ന് ഇതാണ് എൻ്റെ അവസ്ഥ, പക്ഷെ നാളെ ഞാൻ ഇതല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അങ്ങനെ പൈസ പിന്നെ വന്നു തുടങ്ങുമല്ലോ നമ്മളൊരു ആക്ടർ ആകുമ്പോൾ. ഇവൻ ദോ അന്ന് എനിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ ബുള്ളറ്റുള്ള കാരണം കൊണ്ട് അപ്പോൾ ആ ബുള്ളറ്റുള്ള കാരണം കൊണ്ട് ഞാനാണ് അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകുന്നത്, ഭക്ഷണം മേടിക്കാൻ പോകുന്നത്. ഒരുമിച്ചാണ് ആ കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. കാരണം എനിക്കന്ന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, പുള്ളിക്ക് മാത്രമേ വണ്ടി ഓടിക്കാൻ അറിയത്തുള്ളൂ. ദാരിദ്ര്യമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഭയങ്കര എന്താ പറയാ, ഈ ഡിപ്രഷൻ അടിച്ച് ദാരിദ്ര്യം കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന പോലെയല്ല. ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. അങ്ങനെയുള്ളവനൊരു ബുള്ളറ്റ് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അത്രയും ഡിപ്രഷൻ ഉള്ളവൻ. അപ്പോൾ ഈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് ഇല്ലാത്തൊരു സംഭവം, അതിൽ പെട്രോൾ അടിക്കാനുള്ള കാശൊക്കെ അത് ഒരു തവണ തള്ളിയ കഥ കേട്ടിട്ടുണ്ട്. എന്നാലും അല്ല, അതിനങ്ങനെ ഒരുപാടൊന്നും ഓടിക്കണല്ലോ. ഭക്ഷണം മേടിക്കാൻ വേണ്ടി 2 പ്രാവശ്യം, അല്ലാണ്ട് വെറുതെ കറങ്ങാനോ പോകുന്നില്ല. ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ടോവിനോ പറയും, ഞാൻ നിനക്ക് ഒരു 20 ലക്ഷം രൂപ തരാം, അപ്പം നമ്മൾ ഇത് വെച്ച് എന്ത് ചെയ്യും? പൈസ ഇല്ല, 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത സമയത്താണ് പറയുന്നത്. 20 ലക്ഷം വെച്ച് എന്നാക്കാന്ന് ചെയ്യാനുണ്ട്. പിന്നെ അല്ല, 20 ലക്ഷം വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അദ്ദേഹം പറഞ്ഞേ, അതാണ് പറഞ്ഞത്, ലോകം മാറി. അതെ. എന്നിട്ട് ഞങ്ങൾ ചിരിച്ചൊരു ഫോട്ടോ എടുക്കും, അപ്പൊ തീർന്ന പ്രശ്നം. അതെ, അത് ചില ദിവസങ്ങളിൽ നമ്മള് രാത്രിയൊക്കെ ആകുമ്പോൾ ഇത്തിരി വിഷമം വന്ന് അത് ഇത്തിരി കൂടുമ്പോൾ കരച്ചിലൊക്കെ വരുമ്പോൾ കണ്ണീരൊക്കെ തുടച്ചിട്ട് ചിരിച്ചുകൊണ്ടൊരു സെൽഫി എടുക്കും, എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അല്ല, നമ്മൾ ഞാൻ അങ്ങനെയുള്ള ഫോട്ടോകളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇത് മാറുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വന്നു തുടങ്ങി. ആ സമയത്ത് ചെയ്തൊരു കാര്യമുണ്ട്, അതായത് പണ്ടെല്ലാം എനിക്ക് വേണം വിചാരിച്ചിട്ട് പറ്റിയില്ല, ആ പൈസ വന്ന സമയത്ത് ഇന്ന് ഞാനിത് ചെയ്യും എന്നോർത്ത് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം? കുറേ കാര്യങ്ങളുണ്ട്. ഫുഡാണെങ്കിലോ? അല്ല, ഫുഡൊന്നുമല്ല, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ കയ്യിൽ പൈസ വരുന്ന സമയത്ത് പൈസ ഉള്ള പോലെ ജീവിക്കുക, പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഇല്ലാത്ത പോലെ ജീവിക്കുക. അത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ആ സ്വിച്ചിങ് എളുപ്പമാണ്. കാര്യം ഞാനങ്ങനെ ഭയങ്കര ചിലവുകളുള്ള ആളല്ല. ഭക്ഷണത്തിലാണെങ്കിലും അങ്ങനെ ഭയങ്കര ചിലവൊന്നുമില്ല. ഡയറ്റായിരിക്കും ഭൂരിഭാഗ സമയം. അത് കാരണം കൊണ്ട് ടോവിയുടെ ചേട്ടനാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതെ, ചേട്ടൻ പറഞ്ഞാൽ അറിയാലോ, ദൈവദൂതനാണല്ലോ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങൾ ശ്രീലാലിനെ വിളിച്ചു വരണം എന്ന് പറഞ്ഞു. അയ്യോ, എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ, ഞാൻ എങ്ങനെ വരും? അതിന് മാത്രം മാറ്റമൊന്നുമില്ല, ആ ഫോട്ടോയിൽ ഇച്ചിരി താടി മാത്രമേ ഇവനെ മാറ്റുള്ളൂ. ഞാൻ എങ്ങനെ വരും ടോവിനോട് അടുത്ത്? അല്ല, ശരിക്കും ഞങ്ങളിപ്പോ 10 വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുന്നത്. 10 വർഷമായ? 2015 നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അത് 2015 ആണോ? ടോവിനോ സമയം അതെ പറക്കുവാണ്. പിന്നെ ഏജ് ജസ്റ്റ് നമ്പർ ആയതുകൊണ്ട് പിന്നെ അത് റിവേഴ്സ് ഗിയറിലും ഇവിടെ, അതുകൊണ്ട് അത് വിഷയമല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, ഇത്രയും വന്നതിനും ഇവിടെ ഇരുന്നതിനും കഥകൾ പറഞ്ഞതിനും. അതെ, എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ടോവിനെ, ഇങ്ങനൊരു സന്ദർഭം ചിലപ്പോൾ 10 വർഷം ഈ ഒരു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നെ എല്ലാവർക്കും നന്ദി, സന്തോഷം. ശ്രീലാൽ വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. കാണാം എങ്ങനെ ഇവരിലേക്ക് എത്തി. അല്ല, ആ റൂട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഐഡന്റിറ്റികൾ ഞങ്ങൾ തപ്പി കണ്ടുപിടിക്കും. ഹാർഡ് വർക്ക്. നമ്മൾ 2017 വന്നു കഴിയുമ്പോൾ എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ടോവിനോ ഒരു ലക്കി ഇയർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതായത് ഗോദ വരുന്നുണ്ട്, മായാനദി വരുന്നുണ്ട്. ടോവിനോയ്ക്ക് വേറൊരു പരിവേഷം കിട്ടിയ ഹിറ്റ് ആഫ്റ്റർ ഹിറ്റ് വന്ന വർഷമാണ്. ബേസിൽ ജോസഫ് എന്ന സുഹൃത്തും ഈ വർഷമാണോ ജീവിതത്തിലേക്ക് വരുന്നത്? 2017 ഞങ്ങൾ ഗോദ 2016 ഷൂട്ട് ചെയ്തു. ഗോദയുടെ കഥ പറയുന്നത് 2015 ഡിസംബറിലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ എൻ്റെ ചേട്ടന് ഇന്ന് ഇവിടെ എടച്ചിറയിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ബോസിൻ്റെ സ്പീക്കറൊക്കെ ആയിട്ട് ബേസിൽ വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബേസിൽ വന്ന് ഈ
അവൻ എല്ലാ സീനും പറയുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവൻ പ്ലേ ചെയ്യും, എന്നിട്ടാണ് സീൻ പറയുക. സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും അതെ, അവൻ അതിനൊരു റെഫറൻസ് മ്യൂസിക് ഉണ്ടാവും സീനിൻ്റെ മൂഡ് സെറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര അടിപൊളിയാണത്. നമ്മൾ ആ ഒരു മ്യൂസിക് നമ്മളുടെ മൂഡിനെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുമല്ലോ. അങ്ങനെയാണ് ഇവൻ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ബേസിൽ നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരാളുമാണ്. അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് വന്നത്. മിന്നൽ മുരളിയുടെ എങ്ങനെയാ സ്കോറുമായിട്ട് വന്നത്? ലൈക്ക് ഇറ്റ്സ് ഭയങ്കര ഡിഫറെൻ്റ് അല്ലായിരുന്നു ഇത് തന്നെ പരിപാടിയായിരുന്നു? മിന്നൽ മുരളി ഞങ്ങൾ ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് അങ്ങണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഒരു ഇന്നോവയിൽ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത കഥ പറയണത്. മിന്നൽ മുരളിയുടെ ഫസ്റ്റ് തോട്ട് പറയണത്, എടാ ഇങ്ങനൊരു പരിപാടിയുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഞങ്ങൾ കിലോമീറ്റേഴ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം എഴുന്നിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് എൻ്റെ കഥ പറഞ്ഞത്. ബേസിൽ ഈ കഥ പറയാൻ വരുമ്പോൾ അതിലൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. അതിൽ പക്ഷേ ഇന്നോവയിലും പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിൽ കഥ പറയാൻ വരുമ്പോൾ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊരു കോമഡി ജോണറിലുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ കഥയായിട്ടാണ് ടൊവിനോട് വരുന്നത്. ടൊവിനോ ആ സമയമായപ്പോഴത്തേക്കിനും ചൂസ് ചെയ്ത് സിനിമകൾ ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ബേസിൽ വന്ന് ഈ കഥയൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു നറേഷൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതോ എന്ത് കോൺഫിഡൻസിലാണ് ആ ഒരു ഗോദ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്നത്? ഞാൻ ബേസിലിൻ്റെ ഷോർട്ട് ഫിലിംസ് തന്നെ ഞാൻ സിനിമയിൽ വരുന്ന ആ സമയത്ത് തന്നെ പ്രിയംവദ കാതരയാണോ ഷോർട്ട് ഫിലിമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവനെ ശ്രദ്ധിക്കും. അപ്പോൾ കാര്യം വെച്ചാൽ അതിനകത്ത് അഭിനയിച്ചേക്കുന്നതും അവൻ തന്നെയാണ് അത് സംവിധാനം ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. പിന്നെ ബേസിൽ സംവിധാനം ചെയ്തിട്ടുള്ള കുഞ്ഞിരാമായണം ഞാൻ ആ സമയത്ത് തന്നെ തിയേറ്ററിൽ പോയി കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള സിനിമയാണ്. ഭയങ്കര ഫ്രഷായിരുന്നു അതിനകത്തുള്ള കുറേ ഹ്യൂമർ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് ഗോദ ഡെഫിനറ്റ്ലി അതിൻ്റെ കഥ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നിന്ന് പഞ്ചാബിൽ പഠിക്കാൻ പോകുന്ന ഒരുത്തൻ അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ വന്ന് അവൾക്ക് വേണ്ടി ആ ഗ്രാമം മുഴുവൻ ഒരു എന്താ പറയുക, ഈ ഗ്രാമത്തിന് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, ഈ ഗുസ്തിയുടെ ഹിസ്റ്ററി ഉള്ളതാണ്. അപ്പോൾ പഞ്ചാബിൽ അതുപോലെ ഒരു ഗുസ്തിക്കാരി ഇവിടെ വരുന്നു, എന്നിട്ട് ഗ്രാമത്തിന് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ കോലാപൂർ പോയിട്ട് മറ്റേ ഒരു ടൂർണമെൻ്റൊക്കെ അവൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ആ ഗ്രാമത്തിൽ നടക്കുന്ന ആ അവസാനത്തെ അതിനാ ഒരു ഗ്രാമം മുഴുവൻ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഐഡിയ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനിലുള്ള വിശ്വാസം തന്നെയാണ് 100% ആ സിനിമ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കുറേ കൺഫ്യൂഷൻസും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ബേസിൽ ചോദിച്ചു, എടാ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ, നമുക്ക് ചെയ്യാം? ഞാൻ പറഞ്ഞു സിനിമ കോൾ ഓഫ് ചെയ്യും എന്നുള്ളൊരവസ്ഥ വരെ ഗോദ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് വലിയ കഥയാണ്. അത് വലിയ കഥയാണ്. പക്ഷേ അത് ബേസിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടോ? എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ബേസിലൂടെ വർക്ക് ചെയ്യുമ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അവൻ സ്ട്രിക്റ്റ് സംവിധായകനൊക്കെയാണ്. അതല്ലാത്ത എന്നാൽ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവൻ ഈ സിനിമ നന്നാവണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് മാത്രം അങ്ങനെയൊന്നുമില്ല ഇവിടെ. അവൻ സ്ട്രിക്റ്റ് ആവുന്നതാണെങ്കിലും സിനിമ നന്നാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ബേസിൽ നമുക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് മാത്രമല്ല, ഇപ്പോൾ ഗോദയുടെ സമയത്താണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ, ഇപ്പോൾ ഞാനുണ്ടാവും, അജുവേട്ടനുണ്ടാവും, ബിജുക്കുട്ടൻ ചേട്ടനുണ്ടാവും, ഹരീഷ് കണാരൻ ശ്രീതേടൻ, എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മൾ വട്ടോട്ടിരുന്നിട്ട് സീൻ ബേസിക് ഒരു സീൻ ഉണ്ടായിരിക്കും. ആ സീൻ വായിക്കും. ആ വായിച്ചിങ്ങനെ പറയും. എന്നുവെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ള സീനാണെങ്കിൽ നമ്മളുടെ ആ സ്പോർട്സ് ക്ലബിനകത്തുള്ള സീനുകളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞു നോക്കും. പറഞ്ഞു നോക്കി ആർക്ക് വേണമെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യാം ഈ റിഹേഴ്സൽസിൻ്റെ സമയത്ത്. അപ്പോൾ ബേസിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അത് പറഞ്ഞു ഇത് വേണ്ട മാറ്റി പറ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനൊരു സ്ട്രക്ചറായിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ അവിടുത്തെ പ്രോപ്പർട്ടീസും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അത് ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര ഫൺ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് ഗോദയാണെങ്കിലും മിന്നൽ മുരളിയാണെങ്കിലും. മിന്നൽ മുരളിയേക്കാൾ ഗോദയായിരുന്നു. ഗോദ ഭയങ്കര, അന്ന് ഞങ്ങൾ കുറച്ചും കൂടെ നമുക്ക് കുട്ടികളെയൊക്കെ ഉള്ളതാണല്ലോ. മിന്നലായപ്പോഴത്തേക്ക് അത് ഇച്ചിരി കൂടെ വലിയ സിനിമയാണ്. ഇച്ചിരി കൂടെ നമുക്ക് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട, പ്രത്യേകിച്ച് എനിക്കല്ല, പ്രത്യേകിച്ച് അവന്. കാര്യം അത് മൊത്തം ഹെൽപ്പ് ചെയ്യുന്ന വലിയ പ്രൊജക്റ്റ് അല്ലേ അത്. കുറച്ച് ആ സമയത്ത് ഞാനിടയ്ക്ക് ഇത്ര സീരിയസ് ആവില്ല, രസമില്ല, കോമഡി ആവുമെന്ന് ഞാൻ ഇടയ്ക്ക് പറയും. അതല്ലാതെ അവൻ മറ്റേ കോമഡി ആവും ചില സമയങ്ങളിൽ. അപ്പോൾ ഈ ഗോദ ഞങ്ങൾക്ക് അങ്ങനെ വി ഹാഡ് സോ മച്ച് ഫൺ. ഭയങ്കര രസമായിരുന്നു. ഞാൻ ഒരാളെ വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പം സൈനയുടെ എല്ലാമായ PM ബാവസാറിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സൈന മീഡിയ വിഷൻ ചെയർമാനാണ് അദ്ദേഹം. നമ്മുടെ ഒരു സ്നേഹ സമ്മാനം
ടൊവിനോയ്ക്ക് ഞങ്ങൾ തരികയാണ്. ഓക്കെ. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ടൊവിനോ തന്നെയാണ് ഞങ്ങളുടെ സ്നേഹ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.